മിസ്റ്റർ സസ്മൻ എലിസബത്തിനെ കണ്ടുമുട്ടിയത് യുഎസിലേക്കുള്ള യാത്രയിലാണ്. വിവാഹം കഴിക്കാൻ പോകുകയാണ്. വിവാഹമോ? എന്റെ മറത്ത ക്ലാരയ്ക്ക് അത് തടയണമെന്നായി. പക്ഷെ ഞാൻ എന്റെ സമയം മറക്കില്ല. ഇനി നടക്കാനാവില്ല. എലിസബത്തിനോട് പറയണം മാരേജ് കോൺട്രാക്ട് സൈൻ ചെയ്തത് ക്യാൻസൽ ചെയ്തു എന്ന്. പക്ഷേ ഞാൻ നിൽക്കാൻ കഴിഞ്ഞു. നീ ഞങ്ങളോട് പറഞ്ഞോ? ഭാഗ്യവശാൽ ഹരിക്ക് ആ കുടുംബത്തെ ഒന്നിപ്പിക്കാൻ സാധിച്ചു. I love you so much, Daddy. നിന്റെ അമ്മയ്ക്ക് വളരെ നല്ല ഞാൻ ശ്രമിക്കുന്നത്. നിന്റെ അച്ഛനെ സന്തോഷവാനാക്കാനേ നോക്കുന്നുള്ളൂ. നീ അനുവദിച്ചാൽ പിന്നെയും പക്ഷേ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റു. അതുകൊണ്ട് നീ തുടർന്നു. ഹലോ ഏണസ്റ്റ്. കോട്ട് ലിവർ ഓയിൽ കഴിക്കാനുള്ള സമയമായി. മതിയാക്ക്. എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ? എനിക്കറിയാം നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന്. നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഞാൻ ഉറക്കത്തിൽ സംസാരിക്കാറുണ്ട്. അത് പേരെ കൂടുതലല്ലേ? എനിക്കില്ല. പെട്ടെന്നാകട്ടെ. തുറക്ക്. ഈ വിഷയം ഞാൻ ഒരു തുള്ളി പോലെ അകത്താക്കാൻ പോകുന്നില്ല. അതെനിക്ക് പറ്റിയൊന്നുമല്ല. ഞാൻ മലയോരത്ത് താമസിക്കുന്നവനല്ലേ. എനിക്കൊരു ബന്ധം തോന്നിയില്ല. പറയാം. അത് ഫിഷ് ഓയിലാണ്. മലയോരത്ത് മീനില്ല. മലമുകളിൽ പുഴമീനുണ്ടല്ലോ. വാക്കുകൾ കൊണ്ട് അമ്മാനമാണെന്ന് മിസ് റോട്ടൻമേയർ. ഗോഡ് മത്സ്യം പുഴമീനല്ല. ഇനി മലയൊക്കെ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കൃത്യമായിട്ട് എടുക്കണം. ഡോക്ടർ ബെക്ക്മാൻ നിർബന്ധം പറഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് അയാളുടെ ജോലി അറിയാം. ഒരാളുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കാമെന്ന് അയാൾക്ക് അറിയാമെന്നാണോ? മാനസിക ഒരിക്കലും കളിയാക്കരുത്. ഇന്ന് ഉച്ചയ്ക്ക് ആശുപത്രിയിൽ വെച്ചുള്ള ചെക്കപ്പും മറക്കരുത്. കേട്ടല്ലോ? ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? പെട്ടെന്നാകട്ടെ ഏണസ്റ്റ്. അതെ, ഞാനേ എൽഎസ് നിന്നൊക്കെ പൈസ വെച്ച ടിക്കറ്റ് എടുത്തത്. ഹലോ ജനറൽ ഗോഡ് ഹെഡ്, വന്നു കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഹലോ അങ്കിൾ. അങ്കിൾ സുഖമായിരിക്കുന്നോ? ഓ മിസ് റോട്ടൻമേയർ, ഈ ചത്ത മീനൊക്കെ ഓരോ 5 മിനിറ്റ് കൊണ്ടും എന്നെ കഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായി തിന്നേനെ. അത് ഗുണമേ തരുള്ളൂ. പടിക്കിളവനിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് നോക്ക്. ഹലോ പീറ്റർ, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. ഹലോ മിസ്, ഐ എം സോറി, എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ഞാൻ വരുന്നുണ്ടെന്ന്. ഓ, അത് ഓർത്ത് വിഷമിക്കേണ്ട കൊച്ചു പയ്യ. നിനക്ക് വേണ്ടി ഞാനൊരു റൂം തയ്യാറാക്കി തരാം. ഇവിടെ വരുന്ന കാര്യം ഒരുപാട് നിർബന്ധിച്ച് ഞാൻ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അമ്മയ്ക്ക് സുഖമാണോ? അമ്മമ്മയ്ക്കോ? പിന്നെ ആടുകൾക്ക്? തൊഴിൽച്ചാണ് നടക്കുന്നുണ്ട്. ആടുകളെ പറ്റിയാ പറഞ്ഞത്. അമ്മയ്ക്കും മുത്തശ്ശിക്കും സുഖ. അവർ നിന്നോട് സ്നേഹാന്വേഷണം അറിയിക്കാൻ പറഞ്ഞു ക്ലാര. സന്തോഷമുണ്ട്. അതെ, ഇതിന്റെ അച്ഛന്റെ ഛായാചിത്രമാണ്. ഞാൻ എന്തെങ്കിലും എങ്ങനെ ഇരിക്കുന്ന നീ നന്നായി പഠിക്കുമല്ലോ. താങ്ക് യു ക്ലാര. കണ്ടിട്ട് പ്രധാനപ്പെട്ട ആളാണ് തോന്നുന്നു. എവിടെ പോയി കണ്ടുപിടിക്കാം? അതാണല്ലോ പ്രശ്നം. അദ്ദേഹത്തിന്റെ പേര് ആഞ്ചൻ വെല്ലോഫ് ആണെന്ന് വാച്ചിൽ വിളിക്കുന്ന ആളാണെന്ന് മാത്രമേ അറിയൂ എനിക്ക്. ഡേറ്റിയോട് സെബാസ്റ്റ്യനോട് ചോദിച്ചാലോ? അവനെ പറ്റുന്നത് നന്നായി അറിയാം. നല്ല ഐഡിയ ക്ലാര. കേട്ടിട്ടുണ്ടല്ലോ.
ഇവിടെ എവിടെയോ ഒരു വെൽഡ് ഓഫ് വാച്ച് മേക്കർ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അത് തന്നെയാണ് ഇവന്റെ അച്ഛൻ വാച്ച് വിളിക്കുന്ന ആളാണ്. ആ കട എവിടെയാണെന്നറിയോ? അത് ബെൻഡൽസ്ട്രാസിലോ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അയാളെ കൊണ്ട് ഒരു വാച്ച് തന്നിട്ടുണ്ട്. അത് ഫിഷർ ഗ്യാസ് അല്ലെന്ന് നിനക്ക് ഉറപ്പാണ്. മറ്റേ പ്രിന്ററിന്റെ അടുത്തുള്ള ആ പ്രിന്റേഴ്സിന്റെ അടുത്ത് കശാപ്പുകാരന്റെ കടയുണ്ട്. പീറ്ററിന്റെ അച്ഛൻ സൊസൈറ്റീസ് അല്ല റിപ്പയർ ചെയ്യുന്നത്. താങ്ക് യു ടീച്ചറി. വെൻഡേഴ്സ് ക്ലാസ്സിലുള്ള ആ കട വരെ പോകാം. നമുക്ക് പോവാം. അങ്ങനെ പോകാൻ പറ്റില്ല കുട്ടികളെ. ആദ്യം പോയി മിസ് റോട്ടൻമേരോട് അനുവാദം ചോദിക്കൂ. പിന്നെ ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് നീ തിരികെ എത്തുക വേണം. ഓക്കെ? സോസേജ് റിപ്പയർ അല്ലേ? അപ്പൊ പീറ്റർ ഫ്രാങ്ക്ഫർട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? വലുതാണല്ലേ? യെസ്, വളരെ മനോഹരമായിട്ടുണ്ട്. ചിലപ്പോൾ എന്റെ അച്ഛൻ അങ്ങനെയുള്ള എവിടെയെങ്കിലും ആയിരിക്കും ജീവിക്കുന്നത്. നിനക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. രസമുള്ള കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മകനാണെന്ന് എങ്ങനെ പറയുന്ന ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അതെങ്ങനെ അങ്ങനെ പോയി പറയുന്നത്? അദ്ദേഹം അമ്മയ്ക്ക് കൊടുത്ത വാച്ച് കാണിച്ചാൽ മതിയല്ലോ. അതായത് ആ പൊളിഞ്ഞ വാച്ചല്ലേ? ശരി, നല്ല ഐഡിയ. താങ്ക്സ് ഐഡി. 2 തെരുവ് അപ്പുറമാണ് വെൻഡേഴ്സ് ഡ്രസ്. അവിടെ നോക്ക്, നമ്മൾ എത്തി. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താ? ചിലപ്പോ കുറച്ചുകൂടി വലുത് തുടങ്ങാനായിരിക്കും. എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഞാൻ സമ്മതിച്ചു, പക്ഷേ എങ്ങനെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഫ്രാങ്ക്ഫർട്ടിൽ ആരെയും എനിക്ക് അറിയില്ലല്ലോ. നമുക്കറിയാം. നീ നോക്കിക്കോ, അവനൊരു അടിപൊളി ചെറുക്കനാണ്. നോക്ക്, അതേ സ്ഥലത്ത് തന്നെയുണ്ട്. താങ്ക് യു റെഡി. ഹലോ റോഡി. ഹേയ് ഹൈഡി, ക്ലാര. സുഖാണോ? അടിപൊളി. നിങ്ങൾ പാട്ട് കേൾക്കാൻ വന്നതാണോ? ഞാനൊരു സൂപ്പർ ട്യൂൺ പ്ലേ ചെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടി? സോറി, നമുക്കതിന് സമയമില്ല. റോഡി, ഇതാണ് പീറ്റർ. പീറ്റർ, ഇത് റോഡി. സന്തോഷം. നീ ഇൻസ്ട്രുമെന്റ് വായിക്കുമോ? ഇല്ല, ആളുകൾക്ക് വേണ്ടി ഒരു വിസിൽ മാത്രമുണ്ട് എനിക്ക്. വിസിലോ? അതൊരു ഇൻസ്ട്രുമെന്റ് ആണല്ലോ. കൈ തരൂ കൂട്ടുകാരാ. ഹലോ, നീ ഒരാളെ കണ്ടെത്താൻ സഹായിക്കണം. അദ്ദേഹത്തിന് വെൻഡേഴ്സ് ക്ലാസ്സിൽ ഒരു വാച്ച് കടയുണ്ട്. വെൻഡേഴ്സ് ക്ലാസ്സിൽ ഒരു വാച്ച് വെക്കലോ? ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ആന്റോൺ ബെൻഡോഫ് എന്നാണ്. എല്ലാവരോടും സോറി, എനിക്ക് അയാളെ അറിയില്ല. പക്ഷെ വിഷമിക്കണ്ട, ഒരാളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണും. അത് നല്ല കാര്യമാണല്ലോ. ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ കഴിയും. നമ്മൾ 2 ഗ്രൂപ്പായി തിരിയും. ഒന്ന് വെൻഡേഴ്സ് ക്ലാസ്സിലേക്കും പിന്നെ തൊട്ടടുത്തുള്ള തെരുവിലേക്കും. 1 മണിക്കൂറിൽ നമ്മൾ ബേസിൽ തിരിച്ച് മീറ്റ് ചെയ്യും. ശരി ക്ലാര, നീ റോഡിലൊപ്പം പോ, ഞാൻ പീറ്ററിനൊപ്പം പോവാം. ശരി. ഞങ്ങൾ അടുത്തുള്ള തെരുവുകളിൽ പോകാം. റോഡിക്ക് എനിക്ക് എളുപ്പമാവും. ശരി, അപ്പൊ നമുക്ക് പോവാം. ഗുഡ് ലക്ക്. ഞങ്ങളുടെ കുക്കറി ചാനലിലേക്ക് സ്വാഗതം. ആന്റോൺ ബെൻഡോഫ് എന്ന് പറയുമ്പോ ഒരു മിനിറ്റ്. ഏയ് 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 ശരി, നമുക്ക് പോവാം. അതെ, തീർച്ചയായും വെൻഡേഴ്സ് ക്ലാസ്സിലെ വാച്ച് മേക്കർ. ആ കാണുന്ന ബിൽഡിംഗിലെ കെയർടേക്കറിനോട് ചോദിച്ചാൽ മതി. ആ വൃദ്ധനായ മനുഷ്യനെ എല്ലാവരെയും അറിയാം. ആണോ? താങ്ക് യു. താങ്ക് യു മാഡം. അദ്ദേഹം ആൻഡോർക്കാസിലെ ഫാക്ടറി ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. അപ്പോ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയോ? ഒരു അഡ്രസ് കിട്ടി. ഞങ്ങൾക്കും മാൽബർഗ് ക്ലാസ്സിൽ അദ്ദേഹം താമസിക്കുന്നത്. ഞങ്ങൾക്കും അത് തന്നെ. നമ്പർ 63. നന്നായിട്ടുണ്ട് രണ്ടുപേരും. ഇങ്ങനെ പോയാൽ നിങ്ങൾ എന്നെക്കാൾ നന്നായി ഈ നഗരം മനസ്സിലാക്കുമല്ലോ. ശരി, അപ്പോ എനിക്ക് പോവാൻ സമയമായി. വീണ്ടും കാണാം. ഹേ റോഡി, എന്താ? താങ്ക് യു. നമുക്ക് പോകാം. അവിടേക്കുള്ള വഴി വളരെ മോശമാണ്. സൂക്ഷിച്ച്. ഇതാണ് മാൻഹട്ടൻ കാസിൽ. ദേ അവിടെ
63. നിനക്ക് ഉറപ്പാണോ? അതെന്റെ അഡ്രസ്സിലുള്ളത്. ഒരാളവിടെ കിടക്കുന്നുണ്ട്. അതെന്റെ അച്ഛനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അത് അദ്ദേഹമാണെന്ന് അറിയാൻ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? കഥകിൽ മുട്ടിയാൽ മതി. ഓ അത് പിന്നെ ഡോറ് തുറന്നു നോക്കൂ. സർ, സർ. സർ, സർ. എന്താണ് പറയുന്നത്? ഹലോ സർ, ഞങ്ങൾക്ക് ആന്റണി ബെൻഡോഫിനോടൊന്ന് സംസാരിക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് പിന്നെ ഈ വാച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇതൊന്ന് ശരിയാക്കി എടുക്കണം. ഞാനിപ്പോ വാച്ചുകൾ നോക്കാറില്ല. ഓ, ഇവിടെ നിന്ന് ഇറങ്ങി പോ. പക്ഷെ നിങ്ങൾ ആന്റോൺ ബെൻഡോഫ് ആണോ അല്ലയോ? നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? ഇറങ്ങി പോകാൻ. ഓ, ആന്റൺ ബെൻഡോഫ് ഇനിയില്ല. നിൽക്ക് പീറ്റർ, നിൽക്കാൻ അവിടെ, നിൽക്കാൻ. നിങ്ങൾ ഇപ്പോഴിവിടെ നിൽക്കുകയാണോ? നാണക്കേടായോ? ഇത് നല്ല ക്ലോക്ക് ആയിരുന്നു. എന്നോട് ക്ഷമിക്കൂ, ഞാൻ അല്പം ദേഷ്യപ്പെട്ടു. എന്റെ പേര് ഹൈഡി. ആന്റോൺ ബെൻഡോഫ്. നിനക്ക് കുക്കു ക്ലോക്ക് ഇഷ്ടമാണോ? ഞാൻ മലയാളത്തിൽ താമസിക്കുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മരങ്ങളിൽ ശരിക്കുള്ള കുക്കൂസ് ഉണ്ട്. മാത്രമല്ല അവർ ചിലപ്പോൾ തിരിച്ചും പറയും കുക്കു കുക്കു. നീ മലയാളത്തിൽ നിന്നാണോ? അതെ, ഒരു ചെറിയ ഗ്രാമത്തിലാണ്, റിസർച്ച് ടീച്ചറിന്റെ അടുത്ത്. ഓ, ഗ്രിസൻസ് അല്ലേ? ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് വാച്ചുകൾ അവിടെ വിറ്റിട്ടുണ്ട്. എനിക്കറിയാം. എങ്ങനെ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വാച്ച് മേക്കർ ആകുമ്പോൾ ഒരുപാട് അടുത്ത് യാത്ര ചെയ്യണമല്ലോ, അല്ലേ? അതെ. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇതാ. താങ്ക് യു. നിങ്ങൾ എന്താ കട വിൽക്കുന്നത്? എന്റെ ഭാര്യയ്ക്ക് വയ്യാതായപ്പോൾ അവളെ നോക്കാൻ വേണ്ടി ഞാൻ എന്റെ ജോലി ശ്രദ്ധിച്ചില്ല. പിന്നീട് അവൾ മരിച്ചപ്പോൾ കസ്റ്റമേഴ്സ് പറഞ്ഞതുകൊണ്ട് എനിക്ക് അടയ്ക്കേണ്ടി വന്നു. ഇതങ്ങനെ ഒരുപാട് നശിച്ചിട്ടില്ല. ഇത് നന്നാക്കാൻ പോണോ? ഇല്ല, നന്നാക്കാനൊരു താല്പര്യമില്ല ഇപ്പോൾ. നിങ്ങൾക്കിനി വാച്ച് മേക്കർ ആവണ്ടേ? എനിക്ക് ആകണമെങ്കിൽ തന്നെ ആരാണ് ഇനി എനിക്ക് പണി തരുന്നത്? എനിക്ക് മനസ്സിലായി. എക്സ്ക്യൂസ് മീ, എനിക്കിപ്പോ പോണം. ഗുഡ് ബൈ ഹൈഡി, വന്നതിന് ഒരുപാട് നന്ദി. ഗുഡ് ബൈ മിസ്റ്റർ ബെൻഡോഫ്. ഹൈഡി, ക്ലാര, പീറ്റർ എവിടെ? എനിക്കറിയില്ല. എനിക്ക് അവനെ പിടിക്കാൻ സാധിച്ചില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. അവൻ പതിയെ തിരിച്ചു വരും. ഞാൻ തന്നെ പിടിച്ചോളാം കുട്ടിത്തെ പാടി. അവൻ എന്തായിരിക്കും ചെയ്യുന്നത്? എനിക്കറിയില്ല. അവൻ വന്നല്ലോ. പീറ്റർ, നീ വന്നല്ലോ. നീ എവിടെയായിരുന്നു? നിന്നെ ഓർത്ത് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. പീറ്റർ, നിക്കൂ. പീറ്റർ. എന്നെ ഒന്ന് വെറുതെ വിടാമോ? ഞാൻ അവനോട് സംസാരിക്കാം. പീറ്റർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? പീറ്റർ.
വൈകുന്നേരമാകുമ്പോൾ ഡോർഫിയിലേക്കുള്ള ട്രെയിനിൽ പോകും. ആ, പക്ഷേ എങ്ങനെ? എന്റെ അച്ഛനൊരു നല്ല മനുഷ്യനല്ല, അയാൾ എന്നെ പുറത്താക്കി. എനിക്ക് അയാൾ ഒരിക്കലും കാണണ്ട. പീറ്റർ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അത്ര മോശമൊന്നുമല്ല. അയാൾ വിഷമത്തിലാ. ആയിരിക്കാം, പക്ഷെ അയാൾക്ക് ബാക്കിയുള്ളവരെ കുറിച്ച് ഒരു ചിന്തയുമില്ല. അദ്ദേഹത്തിന് ഒരു മകന്റെ സ്നേഹം ആവശ്യമായിരിക്കും. അത് നിനക്കെങ്ങനെ അറിയാം? അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടി കൊടുക്ക്. നോ, Come on, Peter. നീ അദ്ദേഹത്തോട് സംസാരിച്ചാൽ കാര്യങ്ങളെല്ലാം ശരിയാവും. ഞാൻ ഇനി ഒരിക്കലും അങ്ങോട്ട് പോവില്ല. ഹൈഡി, ഹൈഡി, നിനക്ക് ഞാൻ വരട്ടെ. അപ്പോ അവൻ എന്ത് പറഞ്ഞു? പീറ്റർ, നീ അവന്റെ അച്ഛനെ കണ്ടെന്ന് പറയുന്നത്. അവൻ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് അയാളെ ഇവിടേക്ക് കൊണ്ടുവരാമല്ലോ. ശരിയാണ്, പക്ഷെ എങ്ങനെ? എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. ഏത് നോക്ക്? നീ തട്ടിത്തെറിപ്പിച്ചതാണോ? അത് ആ ക്ലോക്ക് തന്നെ. അത് റിപ്പയർ ചെയ്യാതിരുന്നാൽ മോശമല്ലേ? മാത്രമല്ല അത് പീറ്ററിന്റെ അച്ഛനെ സഹായിക്കുകയും ചെയ്യും. ശരിയാണ്, നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. മിസ്റ്റർ ബ്രാൻഡോഫിന് ശ്രമിക്കാം. അദ്ദേഹത്തിന് തന്നെ ജോലി കൊടുക്കുക. മിസ്റ്റർ സെബാസ്റ്റ്യൻ നിങ്ങളുടെ കൂടെ വരും. Thank you, Mr. Rotterdam. തീർച്ചയായും അതൊരു നല്ല ഓഫറാണ്. പക്ഷേ എനിക്കറിയില്ല ഹേഡി, ഞാൻ ക്ലോക്ക് പൊട്ടാൻ ഞാനും കാരണമാണ്. പ്ലീസ്, എനിക്കിതൊരു ഉപകാരമാവും. ശരി, ഞാൻ ശ്രമിച്ചു നോക്കാം. Oh, thank you, Mr. Bento. നാളെ 9 മണിക്ക് അവിടെ എത്താമോ? ഉം. Perfect. നാളെ കാണാം. ഇല്ല, ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അത് സത്യമാണ്. ക്ലോക്ക് നന്നാക്കാനായി അദ്ദേഹം രാവിലെ വരും. പക്ഷേ നിങ്ങൾ എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ ഹൈഡി? ഒരിക്കലുമില്ല. അത് നീയാ ചെയ്യേണ്ടത്. ഗുഡ് മോർണിംഗ്, ഞാൻ ആന്റൺ ബെൻഡോഫ്. ഞാൻ ക്ലോക്ക് റിപ്പയർ ചെയ്യാൻ വന്നതാണ്. അകത്തേക്ക് വരും. മിസ്റ്റർ ബെൻഡോഫ്, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. കണ്ടതിൽ സന്തോഷം. ഹലോ കുട്ടികളെ. ഹലോ മിസ്റ്റർ ബെന്റോ. മിസ്റ്റർ ബെൻഡോഫ്, ഈ ക്ലോക്ക് എങ്ങനെയോ താഴെ വീണു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിയാക്കാൻ കഴിയുമെന്ന്? ഞാനൊന്ന് നോക്കട്ടെ. വരൂ, മാറി നിൽക്ക്. അദ്ദേഹം ജോലി ചെയ്തേ. ഞാൻ പോകുന്നു. നന്നായി ചെയ്യൂ. താങ്ക് യു. ഇത് തലയിലെടുത്ത് വെക്കാൻ എനിക്കൊരു കൈ സഹായം വേണം. ഇവൻ സഹായിക്കും. ഞാൻ കുറച്ചുകൂടി വലിയ ഒരാളെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് നല്ല ശക്തിയുണ്ട്. ശരി, ഇങ്ങനെ പിടിച്ചേക്ക്. സൂക്ഷിക്കണം. സൂക്ഷിച്ച്. നല്ല ഭാരമുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. സൂക്ഷിച്ചു നോക്കിക്കോ. ഒരു ക്ലോക്ക് ചലിക്കുന്നത് കുടിക്കുന്ന ഹൃദയം പോലെയാണ്. ചിലപ്പോഴൊക്കെ ഹൃദയം തകരും. അതുപോലെ തന്നെയാണ് ഈ ക്ലോക്ക്. അതിന്റെ മെക്കാനിക്സ് പൊട്ടുന്നതാണ്. പിന്നെ ഈ കോഗ് കാരണമാണ് പെൻഡുലത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടത്. അത് യഥാർത്ഥ ജീവിതം പോലെയാണ്. ഒരു ഹൃദയത്തിന്റെ ബാലൻസ് തെറ്റിയാൽ അത് വർക്ക് ചെയ്യില്ല. എന്നോടൊപ്പം ഇത് നേരെയാക്കാൻ തയ്യാറാണോ? ഗ്രേറ്റ്.
ഇത് ഉയർത്താൻ എന്നെ സഹായിക്കും പ്ലീസ്. ഇപ്പൊ അറിയാം എന്തായിരുന്നു. നമ്മൾ നന്നായി ചെയ്തു, നമ്മൾ രണ്ടുപേരും. ഒരുപാട് നന്ദിയുണ്ട് മിസ്റ്റർ ബ്രാൻഡോഫ്. ഇത് എന്റെ സന്തോഷമാണ് മിസ്. ഗുഡ് ബൈ കുട്ടികളെ. നിന്റെ സഹായത്തിന് ഒരുപാട് നന്ദി മോനെ. അതൊരു വളരെ നല്ല ഐഡിയ ആയിരുന്നു ഹൈഡി. മിസ്റ്റർ സെസ്മിന് അത് ഒരുപാട് സന്തോഷമാകും. Come on, അദ്ദേഹത്തിന് പോയി പറയൂ. സർ ആ സർ അത് എനിക്ക് നിങ്ങളൊരു കാര്യം കാണിക്കാനുണ്ടായിരുന്നു. ഓ പക്ഷേ ഈ വാച്ച് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ ഡോർഫിലിന്നാ വരുന്നത്. എലിസൺസിലെ ഒരു ചെറിയ ഗ്രാമം അത്. ഈ വാച്ച് എന്റെ അമ്മ എനിക്ക് തന്നതായിരുന്നു. നോക്കൂ, ഇതിന്റെ അച്ഛൻ്റെതാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ നിന്റെ പേര്? എന്റെ പേര് പീറ്റർ എന്നാ സർ. പീറ്റർ. ചെറുക്കത്തിൽ വന്ന ചെറിയ പാട്ട് പാടുമ്പോൾ ഹൈഡി, ഹൈഡി. പീറ്റർ സ്വന്തം അച്ഛനെ കണ്ടെത്താൻ ഫ്രാങ്ക്ഫർട്ടിലെത്തി. എനിക്കറിയുന്നത് അദ്ദേഹത്തിന്റെ പേര് ആന്റോ മെഡഫാണെന്ന് പറയാൻ വാച്ചുകൾ വിൽക്കുന്ന ആളാണെന്ന് റോഡിയുടെ സഹായത്തോടു കൂടി നമ്മുടെ കൂട്ടുകാർക്ക് അദ്ദേഹം